നമസ്കാരം. ഇന്ന് സംസാരിക്കുമ്പോൾ ആദ്യം ചിന്തയിലേക്ക് വരുന്ന ഒരു കാര്യം പറയലാണ് ധന്യമീ ജീവിതത്തിൽ. ആ ചിന്തയിലേക്ക് വരുന്ന നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട്, ചീത്ത കാര്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് തമിഴ്നാട്. അതിന്റെ കാരണം വലിയ ഫിലോസഫേഴ്സൊക്കെ തമിഴ്നാട്ടിൽ ധാരാളം പേര്. 21 നായനാർമാർ അങ്ങനെ എടുത്താൽ തമിഴിൽ നിന്നാണ് മലയാള ഭാഷ വന്നിരിക്കുന്നത്. ആ തമിഴ്നാട്ടിൽ വലിയ സിദ്ധന്മാരുണ്ട്. നമുക്ക് അവകാശപ്പെടാനുള്ളത് വളരെ കുറവാണ്. കൽക്കത്ത നഗരം കണ്ടിട്ട് ഞാൻ ഭ്രമിച്ച് നടക്കുന്ന സമയം. എന്നിട്ട് ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പരമഹംസരുടെ സ്ഥലത്ത് പോകണം. ശ്രീരാമകൃഷ്ണ പരമഹംസർ. അമ്പരചുംബികളായ കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഏതെങ്കിലും ഒന്നിന്റെ മുകളിൽ കയറണമെന്ന് എനിക്ക് തോന്നിയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവരും പരമഹംസരെ എന്താ വിളിച്ചിരുന്നത്? ഭ്രാന്തൻ പൂജാരി. ആരെങ്കിലും ഒരു വില കൽപ്പിച്ചിട്ടുണ്ടാവോ കലക്കത്തിൽ? ഭ്രാന്തൻ പൂജാരി. കാലം മാറി. അന്നത്തെ 10,000 ഇരട്ടി വലിയ സിറ്റി ആയിട്ട് മാറി. അവിടെ വരുന്ന പുതിയ തലമുറയിലത്തെ ആളുകൾ വരെ ബഹുമാനത്തോടുകൂടി ആ ഭ്രാന്തൻ പൂജാരിയെ ജന്മസ്ഥലം കാണാൻ പോണില്ല. തിരുവണ്ണാമലത്തെ രമണാശ്രമം. ആ തിരുവണ്ണാമലത്തെ രമണാശ്രമത്തിൽ ഞാൻ പോയത് മഹർഷി സമീപകാലം വരെ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആളാണ്. ഞാൻ പോയ സമയത്ത് വലപ്പല്ല. സ്വാമിയുടെ കൂടെ ജീവിച്ച കുഞ്ചുസ്വാമി ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് രമണാശ്രമത്തിൽ പോവും. നൊച്ചൂർ വെങ്കിട്ടരാമൻ അവിടെ താമസാക്കിയിരുന്ന കാലത്ത് അദ്ദേഹത്തെ കാണും. അന്നത്തെ രമണാശ്രമമായിട്ട് വല്ല ബന്ധമുണ്ടപ്പോ എത്രയോ പുരോഗമിച്ചില്ലേ. പക്ഷെ ആ ഓലഷെഡിൽ താമസിച്ച രമണ മഹർഷി, ആ മഹർഷിയുടെ കീർത്തി ഇപ്പോഴും നിലനിൽക്കും. ഒരർത്ഥത്തിൽ നാം ഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞവര്, ഇജാതി ഭ്രാന്തന്മാരെ കൊണ്ട് ഈ ലോകത്തിൽ എന്താ കാര്യം എന്നൊരാൾ എന്നോട് ചോദിച്ചു. ഈ ജാതി ഭ്രാന്തന്മാരെ കൊണ്ട് ലോകത്തിന് എന്താ കാര്യം? ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം വാങ്ങുന്ന പെൻഷന്റെ മാത്രം കൊണ്ടാണ് ഇത് പറഞ്ഞത്. എല്ലാത്തിനോടും പരിഹാസം ഉണ്ടാവുമല്ലോ. എന്നാല് എന്റെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള ഒരു ജ്ഞാനിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നാരായണത്ത് ജ്ഞാനി എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത്. നാരായണത്ത് ജ്ഞാനി. പക്ഷെ നാരായണത്ത് ഭ്രാന്തനാക്കി മാറ്റി എന്നുള്ളത് വേറെ കാര്യം. നാം കാണിക്കാത്ത കഴിവുകളോ ജീവിതത്തിൽ അർത്ഥതലങ്ങളോ ഉണ്ടെങ്കിൽ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരു ശീലമുണ്ട് നമുക്ക്. ഈ ഭ്രാന്തൻ വിളി മോശമല്ല. അവന് കുറച്ച് സാഹിത്യത്തിന്റെ ഭ്രാന്തുണ്ട്. പറയൂ, കഥകളി ഭ്രാന്തനാ. ഒരു സിദ്ധി കാണിക്കുന്ന നമുക്ക് ഭ്രാന്തൻ വിളി വരും.
നാറാണത്ത് ജ്ഞാനി എന്ന് പറഞ്ഞൊരു കത്തയച്ചാൽ എവിടെയും കിട്ടില്ല. നാറാണത്ത് ഭ്രാന്തം. ഇതുപോലെയാണ് തമിഴ്നാട്ടിലെ പട്ടണത്ത് പിള്ളയാർ. ഏത് ഭ്രാന്തെന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എനിക്കിപ്പോ ഏത് കാലഘട്ടമാണെന്ന് ഓർമ്മയില്ല. ആ പട്ടണത്ത് പിള്ളയാര് ഓരോ വീട്ടിലും ഭിക്ഷയ്ക്ക് വരും. ഈ ഭിക്ഷയ്ക്ക് വരുന്നവരെ അങ്ങനെ ആരും ഇഷ്ടപ്പെടില്ല. അതൊരു സത്യമാണ്, വളരെ സത്യമായ കാര്യം. പിന്നെ ഇപ്പൊ ഭിക്ഷക്കാര് പാവങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആഹാരം എന്തെങ്കിലും കൊടുത്താൽ മതി. അതിനേക്കാൾ വലിയ രീതിയിലാണല്ലോ പിരിവുകാര്. കാലം മാറി. ഈ ജാതി ഭിക്ഷുക്കള് ഏതെങ്കിലും വീട്ടിൽ ചെല്ലും, കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയും. മനുഷ്യന്റെ മിനിമം ആവശ്യമാണ് ആഹാരം. അപ്പൊ പട്ടണത്ത് പിള്ളേര് കണ്ടാൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കും. പക്ഷെ ഒരു കാര്യം ആളുകൾ പറഞ്ഞിറങ്ങി, എന്ത് വേണ്ടെന്ന വായനാക്ക് മോശമാണ്. കീർത്തിയൊക്കെ കാലശേഷമാണല്ലോ വന്നത്. ജീവിച്ചിരിക്കുമ്പോ ഒരു കീർത്തി ഉണ്ടാവില്ല. പിച്ചക്ക് നടക്കുന്ന ഒരാളെന്നല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. പട്ടണത്ത് പിള്ളേർ ചെന്നിട്ട് പിന്നെ എനിക്കുള്ള ഇങ്ങോട്ട് തരണം, എനിക്കുള്ള ഇങ്ങോട്ട് തരണം കേൾക്കുമ്പോ ദേഷ്യം വരില്ല. എന്റെ അവകാശം ഇങ്ങോട്ട് തരണം. ആ അർത്ഥമുണ്ട്. തമിഴിൽ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. അതിൽ മലയാളത്തിലെ അർത്ഥം ഇതാണ്: എനിക്കുള്ള ഇങ്ങോട്ട് തരണം. നമ്മളിപ്പോ ഒരാളോട് ഇത് പറഞ്ഞു നോക്കിയ പിന്നെ നിങ്ങൾക്ക് ഇത്ര കാശൊക്കെ ഉണ്ടല്ലോ, എനിക്കുള്ള ഇങ്ങോട്ട് തരണം. നിങ്ങൾക്ക് എന്തുണ്ട് എന്നാ ഈ പറഞ്ഞതെന്ന് ചോദിക്കില്ലേ? കുറെ കഴിയുമ്പോ ഇയാൾക്ക് എന്തൊക്കെ സിദ്ധിയുണ്ട് ഈ പട്ടണത്ത് പിള്ളയാർക്ക്. പട്ടണത്ത് പിള്ളയാർ ഇവിടെ എത്തിയതിന്റെ പിന്നിൽ കുറെ കഥകളുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ ഈ ജീവിതത്തിൽ വേറെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ പറയും. ഈ എനിക്കുള്ള ഇങ്ങോട്ട് തരണം എന്ന് പറയുന്ന വിഷയം മാത്രമാണ് ഇന്ന് ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. ആഹാരം കൊടുത്ത് പറഞ്ഞ വീട്ടമ്മ ഒക്കെ കൊള്ളാം, ആ വർത്താനം. ചോറുണ്ടാക്കിയോ? എനിക്കുള്ള ഇങ്ങോട്ട് തരണം. ഒരു 3-4 ദിവസം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത് അവകാശമായല്ലോ. അതുകൊണ്ടല്ലേ എനിക്കുള്ള ഇങ്ങോട്ട് തരണം. അങ്ങനെ ഇരിക്കെ ഒരു ചൂടൻ ഇയാള് ഈ വരിയോ നിർത്തണം, എനിക്കുള്ള ഇങ്ങോട്ട് തരണം. എന്താ ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് വന്നു, എന്താ വേണ്ടത്? എനിക്കുള്ള ഇങ്ങോട്ട് തരണം, അത് കിട്ടിയാൽ പോയിക്കൊള്ളാം. കൊടുത്തു കരണക്കുറ്റിക്കരടി. അപ്പ കൊടുത്തു കരണക്കുറ്റിക്കരടി. പട്ടണത്തെ പിള്ളേർ ക്ഷോഭിച്ചില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇത് കിട്ടാനായിട്ടാണ് ഞാൻ വന്നത്. പൂർവജന്മത്തിൽ ഞാൻ കൊടുത്തതാണ് മടക്കി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ കൊടുത്തതാ. അങ്ങനെ ഇരിക്കെ കരണക്കുറ്റിക്ക് ഒരു അടി കിട്ടാൻ ബാക്കിയുണ്ട് എനിക്ക് പൂർവജന്മത്തില്. അത് കിട്ടുന്നത് അതാണ് നിക്കുള്ള ഇങ്ങോട്ട് തരാൻ പറഞ്ഞപ്പോ കിട്ടിയ അടി. അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിക്കുള്ളതാണ്, ഞാൻ വാങ്ങേണ്ടതാണ്. ഇനി അതിലേക്ക് തന്നെ കൂടുതൽ ആലോചിക്കുമ്പോ എന്തൊക്കെ അർത്ഥതലങ്ങളുണ്ട്. പൂർവജന്മത്തില്
നാം കൊടുത്തതാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ധൈര്യപൂർവ്വം നമുക്ക് ജീവിക്കാം. ഇനി നമുക്ക് ചെയ്ത പുണ്യത്തിന് നമുക്ക് പലതും കിട്ടാനുണ്ട്. ഈ അടിയും ഇതേമാതിരി കിട്ടാൻ ഉള്ളത് ആയിരുന്നു. അതിന്റെ ആശയത്തിലേക്ക് അങ്ങോട്ട് ആളുകൾ വന്നപ്പോഴേക്കും പട്ടണത്തെ പിള്ളേര് തമിഴ്നാടിന്റെ വലിയൊരു ഇതിഹാസമായിട്ട് മാറി. ഇതേപോലെ ഭ്രാന്തൻ എന്ന ആളുകൾ പറഞ്ഞിരുന്നാലും ആ ഭ്രാന്തിൽ വലിയ അർത്ഥം ഉണ്ടാവുക. നാറാണത്തെ ജ്ഞാനിയുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും രായിരനല്ലൂര് പട്ടാമ്പിക്കടുത്താണ്. ഞാൻ അവിടെ പോവാറുണ്ട്. പോകുമ്പോ മുഴുവൻ നാറാണത്തെ ജ്ഞാനിയെ കുറിച്ച് ചിന്തിക്കും. ആ ജ്ഞാനിയുടെ ശരീരമല്ല പ്രശ്നം. ആ വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹമില്ല. ആ വ്യക്തി നമ്മുടെ ചിന്തയിൽ ഉണ്ടാക്കിയ തരംഗങ്ങൾ ഇടത്തെ കാലിലെ മന്തൊന്ന് വലത്തെ കാലിലേക്ക് മാറ്റിത്തരും. അതിന്റെ മീനിങ് എന്താ? ഞാൻ അനുഭവിക്കേണ്ട പ്രാരാബ്ധ കർമ്മങ്ങൾ ഞാൻ അനുഭവിക്കണം, മാറ്റില്ല. അതായത് മാറ്റി തന്നാൽ പിന്നെ ഇത് അനുഭവിക്കാൻ വേണ്ടി ഒരു ജന്മം എടുക്കണ്ടേ? പിന്നൊരു ജന്മം എടുത്തു, ഇടത്തെ കാലിൽ വീണ്ടും മന്ത് രോഗം വന്നു. ഞാൻ അങ്ങോട്ട് അനുഭവിക്കുക അല്ലേ? അപ്പൊ ഒന്നേ ഉള്ളൂ, അത് വലത്തെ കാലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റിയാൽ ഞാൻ അനുഭവിക്കലുണ്ടാവില്ല. വലിയൊരു അർത്ഥമുണ്ട്. ഇതിന്റെ അർത്ഥം സൂക്കട് വന്നവരൊക്കെ മാറ്റണ്ടാവെന്നും പറഞ്ഞില്ല. ചിന്തിച്ചെടുക്കേണ്ട കുറെ കാര്യങ്ങൾ അങ്ങ് എനിക്ക് തരാനുള്ള തങ്ങുവെന്ന് അടിച്ച ആളോട്, കരണക്കുറ്റിക്ക് അടിച്ച ആളോട് വിജയം പറഞ്ഞു. പട്ടണത്ത് പിള്ളയാരെ നമ്മൾ എപ്പോഴും സ്മരിക്കുന്നു. നമസ്കാരം.